ഹായ് കെവിൻ. ഹായ്. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ടെൻഷൻ ഉണ്ട്. ടെൻഷൻ ഉണ്ട് അല്ലേ? ഓക്കെ. എന്താ ഇത്ര ടെൻഷൻ അടിക്കാൻ മാത്രം എന്ന് ചോദിക്കുന്നില്ല. എക്സാമിന് അടുത്തായിരിക്കും നിൽക്കണം അല്ലേ? അപ്പൊ എന്തുണ്ട് ഇപ്പൊ നമ്മളെ ഒരു വർഷത്തെ അല്ലെങ്കിൽ ഒരു വർഷമില്ല 8 മാസം അല്ലെ, ഏകദേശം 7 മാസം അല്ലെ? ഇപ്പൊ 7 മാസത്തെ റിപ്പീറ്റർ കാലഘട്ടം എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്ന് 1 by 1 ആയിട്ട് നമുക്കൊന്ന് ചികഞ്ഞെടുത്താലോ? പറയാം. ഞാൻ പറഞ്ഞത് ജൂലൈ ആണ്. അപ്പോ തുടങ്ങി അവര് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞു, ബേസിക് പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു, ഈ ബേസിക് കവർ ചെയ്യോ, റിപ്പീറ്റ് ആയതുകൊണ്ട് 11th തൊട്ട് എല്ലാവരും. അപ്പം തുടക്കം മുതൽ ബേസ് മുതൽ അങ്ങോട്ട് തുടങ്ങി. ശരിയല്ലേ? മെയിൻ ചാപ്റ്റേഴ്സ് തുടങ്ങണതിന് മുന്നേ തന്നെ ഒരു DPP തന്നു അവര്. ബേസിക്സ്, ഫിസിക്സ്, 0th ചാപ്റ്റർ. അതെ, 0th ചാപ്റ്റർ. പിന്നെ കുറെ ഐഡിയാസ്, മാത്തമാറ്റിക്കൽ ഐഡിയാസ്, അങ്ങനത്തെ കുറെ DPPകൾ ഉണ്ടായിരുന്നു ആദ്യം, നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി. അപ്പോൾ അത് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ അവര് ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോയത്. ഓൺലൈൻ കഴിഞ്ഞ് പഠിച്ചത് തന്നെ അടുത്ത ദിവസം വന്ന് ടീച്ചേഴ്സ് പറഞ്ഞു തരും. ഹൈബ്രിഡ് അല്ലേ? അതായത് മറ്റു സ്ഥാപനങ്ങളിൽ വിഭിന്നമായിട്ട് ആദ്യം ബേസ് മുതൽ. ഞാൻ ഇങ്ങനെ ഹൈബ്രിഡ് സിസ്റ്റം വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ കണ്ടില്ല. അത് മാത്രമല്ല നമ്മള് ബേസിക്സ് പഠിപ്പിച്ച കാര്യമാണ് പറയുന്നത്, ഫണ്ടമെന്റൽസ്. അതെ. അപ്പൊ പിന്നെ അതായത് മുമ്പ് നിങ്ങളുടെ ഹിസ്റ്ററി എന്താന്ന് നോക്കുന്നില്ല അതെ. എനിക്ക് കമ്പാരിറ്റീവ്ലി 12th ഇത്രയും മാർക്ക് കുറവായിരുന്നു ഈ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. അപ്പൊ അഡ്മിഷനൊക്കെ പണിയാവുമെന്ന് ഞാൻ വിചാരിച്ചത്. ബട്ട് മാർക്ക് അത്ര നോക്കിയില്ല. അവര് തയ്യാറാണെങ്കിൽ അവരെടുക്കും. അതായത് നമ്മുടെ പഴയ ഹിസ്റ്ററി എന്താണെന്ന് ചോദിക്കുന്നില്ല, അല്ല നമ്മുടെ പഴയ മാർക്ക് ചോദിക്കുന്നില്ല. നിങ്ങൾ പാഷനേറ്റഡ് ആണോ? അപ്പൊ അതുകൊണ്ട് തന്നെ പാഷനേറ്റ് ആണോ ഇങ്ങോട്ടേക്ക് വരാം. അതുകൊണ്ട് തന്നെ നമ്മളെ ബേസിക്സ് മുതലാണ് പഠിച്ച് നമ്മൾ മുന്നോട്ടേക്ക് പോയത് അല്ലേ? അപ്പൊ എന്നിട്ട് നേരത്തെ നമ്മളെ പറഞ്ഞ പോലെ തന്നെ ഹൈബ്രിഡ് സിസ്റ്റത്തിലേക്ക് വന്നു. അപ്പൊ എങ്ങനെയായിരുന്നു ഹൈബ്രിഡ് സിസ്റ്റം ആദ്യം അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? ബുദ്ധിമുട്ടുണ്ടായി അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യം. കാരണം സ്വാഭാവികമായിട്ടുണ്ടാവും, ഓൺലൈൻ അത്ര നേരം കാണണം എന്നുള്ളൊരു ഇതായിരുന്നു. ബട്ട് ഇപ്പോ എല്ലാം നമ്മൾ ആ സ്പീഡിൽ കാണുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കണോണ്ട് അവര് കുറച്ച് സ്പീഡ് കുറച്ചാണ് അവർ പറയണത്. അപ്പൊ നമുക്ക് 2x-ലും 1.5x-ലൊക്കെ ഇടാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതില്. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് കാണാം. പിന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പൊ നെറ്റ് നമുക്കുള്ള സമയത്ത് ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ കാണാം. പിന്നെ അതിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസും എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാം ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി എനിക്ക്. അടുത്ത ദിവസം വന്ന് DPPയിൽ തന്നെ എല്ലാ ലാസ്റ്റ് 10 years ക്വസ്റ്റ്യൻസ് ആണ് അതിൽ പറഞ്ഞത്. അപ്പോൾ അത് നല്ല ഹെൽപ്ഫുൾ ആയി. അത് കഴിഞ്ഞ് ഞങ്ങള് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ നോക്കിയപ്പോഴും ക്വസ്റ്റ്യൻസ് പരിചയമുണ്ട്. അപ്പൊ ആ മെത്തേഡും നമുക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. പക്ക നമ്മള് JEE ക്വസ്റ്റ്യൻസിലൂടെ തന്നെയാണ്, അതിന്റെ പാറ്റേണിലൂടെ തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പൊ അവര് തന്ന DPPയിൽ തന്നെ ആദ്യം കീമിന്റെ ക്വസ്റ്റ്യൻസ് ആദ്യം ഒന്ന്, അത് കുറച്ച് ലെവൽ നമുക്കറിയാലോ, കീമിന്റെ ലെവല്, JEEയുടെ ലെവല് കുറച്ചുകൂടി. അതിന് മുമ്പ് NCERT ഉണ്ടല്ലോ. NCERT ടെക്സ്റ്റില് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് ഐഡിയ കിട്ടും. പിന്നെ നമുക്ക് വലിയ മെയിൻസിലും പിന്നെ ഇടക്കിടക്ക് അഡ്വാൻസിന്റെ ക്വസ്റ്റ്യൻസും അതിന്റെ ലെവൽ അറിയാൻ വേണ്ടി അവര് ചെയ്യാനാണ്. അത് ഇൻട്രസ്റ്റിംഗ് ആണ്. അഡ്വാൻസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്നിട്ട് അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലേ? മെയിൻസിന്റെ അത്ര എളുപ്പമല്ല, അഡ്വാൻസ് അറിയാലോ. അപ്പോ കുഴപ്പമില്ല. അത് ഇടക്കിടക്ക് വരുമ്പോ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. ആ ലെവല് മനസ്സിലാവും. നമുക്ക് അതിനെ കൂടെ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരും, ചെയ്യാനുള്ള ഒരു ത്വര വരുന്ന രീതിയിലാണ് അവരിട്ടേക്കുന്നത്. അപ്പൊ ഈ മണിക്കൂറുകളോളം ഓൺലൈൻ ക്ലാസ് കണ്ടിരിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നോ? എത്ര മണിക്കൂർ ഉണ്ടായിരുന്നു ക്ലാസ്സുകളൊക്കെ? ക്ലാസ് ഒരു 5 hours ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിനിമം 5-4 ഒക്കെ എന്തായാലും വരും. അത് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ബട്ട് എന്നാലും നമുക്കത് 2x-ലൊക്കെ ഇട്ട് തന്നെ നമുക്ക് തീർക്കാം. ഇടക്ക് മനസ്സിലാവാത്തപ്പോ നമ്മളൊന്ന് ഇരുന്ന് കാണണം. പിന്നെ DPP ചെയ്തു നോക്കാം. അത് മനസ്സിലാവാത്ത മാത്രം നമുക്ക് ഓൺലൈൻ കാണാം. അങ്ങനെ പല ഓപ്ഷനും നമുക്ക് ആ ഒരു ദിവസം കിട്ടുമല്ലോ. അതായത് നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് എല്ലാവർക്കും നമ്മൾ ഒരേ കണ്ടന്റ് ആണ് കൊടുക്കുന്നത് എങ്കിലും ആ കണ്ടന്റ് നമ്മളുടെ പിന്നെ പോസിറ്റീവ്സും നെഗറ്റീവ്സും അല്ലെ, നമ്മുടെ പിന്നെ ഫ്ലോസ് ആൻഡ് സംതിങ് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ രീതിയിൽ തന്നെ കസ്റ്റമൈസ് ചെയ്ത് പഠിക്കാം. കോഴ്സിന് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ള തന്നെയാണ് ഇത് ഏറ്റവും പിന്നെ ഇതായിട്ട് പറയുന്നത്. പിന്നെ JBS ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു? JBS എഴുതിയിട്ടുണ്ടായിരുന്നു. JBS എൻ്റെ ഒരു ഇതില് ഞാൻ JB കേട്ടപ്പോ ഞാൻ വിചാരിച്ചത് OMR ആയിരിക്കും. പക്ഷെ അവര് സെന്റർ തന്നു, എന്നിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞാൻ മെയിൻസ് കഴിഞ്ഞ വർഷം എഴുതിയ ഒരാളാണ്. അത് വലിയ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ എഴുതിയതാണ്. അപ്പോ ഫസ്റ്റ് തന്നെ ഇത് വന്നപ്പോ ഈ റിവ്യൂ
കൊടുക്കണ ക്വസ്റ്റ്യൻസ് നമുക്ക് റിവ്യൂവിന് കൊടുക്കാം, മാർക്ക് മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കും. അതൊന്നും അറിയില്ല. അപ്പൊ വന്നു മാർക്ക് ഫോർ റിവ്യൂ, അതെന്ത് സാധനം? ഒരു ക്വസ്റ്റ്യൻ നമ്മള് ഓക്കെ കൊടുത്താ പിന്നെ തിരിച്ചു പോകും. അതൊക്കെ ഭയങ്കര ഡൗട്ടുകളായിരുന്നു അവിടെ, നമുക്കതൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഈ GIB വരുമ്പോ പക്ക അതേ മെത്തേഡായിട്ട് പോയിട്ട് നമ്മൾ എഴുതും. അതെ. പക്ഷെ അതിൽ വേറൊരു പോസിറ്റിവിറ്റിയും കൂടെ ഉണ്ട്. കാരണം നമ്മൾ ഈ GIB തൃശ്ശൂർ ഏതെങ്കിലും സെന്ററിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അതെ, തൃശ്ശൂർ തന്നെ അല്ലെ, ഏതെങ്കിലും കമ്പ്യൂട്ടർ കോളേജുകളിലൊക്കെ ആയിരിക്കും. മിക്കവാറും അതേ സെന്ററിനെ ആയിരിക്കും നമ്മൾ എന്ത് ഉണ്ടാവുക, നമ്മുടെ അതവര് പറഞ്ഞായിരുന്നു. അതെ അതെ അതെ, മിക്കവാറും അങ്ങനെ ഉണ്ടാവാറ്. അപ്പൊ നമുക്ക് ഓൾറെഡി പരിചയമുള്ള നമ്മുടെ ഒരു ക്ലാസ് റൂം പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഇത്ര എക്സാം എഴുതണോണ്ട് ഡെയിലി ഒരു എക്സാം എഴുതണ പോലെ തന്നെ നമുക്ക് ആ മെയിൻസും ഫെയിൽ ചെയ്യുള്ളൂ. ഇവിടെ എങ്ങനെയാണ് മോക്ക് ടെസ്റ്റുകളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? മോക്ക് ടെസ്റ്റുകളൊക്കെ ഇപ്പോ ഈ DPPയുടെ പറയണില്ലേ, അത് ഈ നമ്മൾ ഓഫ്ലൈൻ ദിവസം അവര് രാവിലെ ആ ഓൺലൈൻ കണ്ടതിന് ഒരു ടെസ്റ്റ് എടുക്കുന്നുണ്ട്, DTS. അത് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ അത് നമ്മളെ പഠിപ്പിക്കും. ആ ചാപ്റ്റർ തന്നെ നമ്മൾ പഠിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടക്കിടക്ക് മോക്ക് ടെസ്റ്റ് പോലെ OMR നടത്താറുണ്ട് ക്ലാസ്സിൽ. അത് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ജിബിന് ഓൾ കേരള ഒക്കെ പറഞ്ഞുകൊണ്ട് ആ റാങ്കിങ് നമുക്ക് അറിയാൻ പറ്റും കേരളത്തില്, നമുക്കൊരു കോൺഫിഡൻസ് വരും. പിന്നെ കുറഞ്ഞു പോയിട്ടുണ്ട് മാർക്കൊക്കെ, സ്വാഭാവികമാണ്, നമ്മൾ മനുഷ്യന്മാരാണ്. താഴേക്ക് പോകും മുകളിലോട്ടേക്ക് വരും, താഴേക്ക് പോയി നമ്മള് അല്ലെ. അപ്പൊ അതില് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും എക്സാം എങ്ങനെ എഴുതണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു എക്സാം എഴുതി നമുക്ക് അറിയാതെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നല്ലതാണ്. കാരണം എല്ലാം നമുക്ക് അറിയുന്നതാണെങ്കിൽ പിന്നെ നമ്മൾ പുതിയൊന്നും പഠിക്കുന്നില്ലല്ലോ. അപ്പൊ ആ എക്സാമിനേഷൻ ക്വസ്റ്റ്യനിൽ നമ്മൾ വീണ്ടും എടുത്ത് എന്താക്കുക, അത് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് അതിന്റെ മെത്തേഡായിട്ട് പറയാം അല്ലെ. ഇപ്പൊ നമുക്ക് DPP എല്ലാം തന്ന് ഉഷാറായിട്ട് അടിപൊളി കളർഫുൾ ആയ മെറ്റീരിയൽ തന്നിട്ടുണ്ട് അല്ലെ. ഞാൻ കളർ പ്രിന്റ് ഒന്നും കിട്ടുമെന്നൊന്നും വിചാരിച്ചില്ല. അത് എല്ലാവർക്കും അത് തോന്നില്ല, പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് വരും. അതായത് പുതിയ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നത്. ഇനി എന്താണ് മോന്റെ അംബീഷൻ? എന്താണ് ഇപ്പം എഞ്ചിനീയറിംഗിൽ ആണെങ്കിൽ തന്നെ ഏത് രീതിയിൽ പോകണം, എങ്ങനെയാ അംബീഷൻ? ഞാൻ 11th CS ആണ് എടുത്തത്. അപ്പൊ ഞാൻ CS എടുത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ ഒന്നും അത്ര ഇഷ്ടമല്ല, ഹ്യൂമാനിറ്റീസ് ഒന്നും ഒട്ടും പറ്റില്ല എനിക്ക്. അപ്പോൾ CS ഞങ്ങളുടെ ടീച്ചർ നല്ല ടീച്ചറായിരുന്നു, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് വന്നു CS. പിന്നെ ഞാൻ നോക്കിയപ്പോ പാക്കേജ്, CS-ന്റെ പാക്കേജ് എന്നൊക്കെ പറഞ്ഞപ്പോ നമുക്ക് ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നും. അപ്പോ CS എഞ്ചിനീയറിംഗ് തന്നെ എടുക്കാനാണ്. CS ഇഷ്ടമാണ്, അതൊന്നാമത്തെ കാര്യം. നമ്മളിപ്പോ എന്ത് സാധനം എടുക്കും പാഷൻ അനുസരിച്ച് ഇഷ്ടം അനുസരിച്ചിട്ട് പോകേണ്ടത്, വെറും പാക്കേജ് അനുസരിച്ച് നമ്മൾ പോകരുത്. CS ഇഷ്ടമാണ്, ഭാഗ്യത്തിലെ നല്ല പാക്കേജ് ഉണ്ട്, ലക്കി മാൻ. അത് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നി എനിക്ക്. അപ്പോ CS പാടാണ്, ടോപ്പ് നിൽക്കണ ബ്രാഞ്ചാണ്. അപ്പോ അതിന് പരിശ്രമിക്കുക, നല്ല കോമ്പറ്റീഷൻ ആണ് അതിന് പറഞ്ഞത്. യെസ്, നമുക്ക് ഒരു കാര്യം കൂടി ചോദിച്ചു നിർത്താം. നമ്മുടെ എന്താണ് ഇപ്പം തൃശ്ശൂർ ക്യാമ്പസ് ആണ് അല്ലേ, പിന്നെ തൃശ്ശൂർ ടൗണിന്റെ അടുത്ത് തന്നെയുള്ള ഫുൾ എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ക്ലാസ് റൂം ഒക്കെ ഉള്ള എന്തുണ്ട് ഇവിടുത്തെ സിസ്റ്റം, അതേപോലെ തന്നെ ടീച്ചേഴ്സ്, അതോടൊപ്പം തന്നെ മെന്റേഴ്സ്, അങ്ങനെ എക്സെട്രാ. ഇപ്പോ ടീച്ചേഴ്സിന്റെ കാര്യം പറയുമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട്ലി ആണ്. എന്റെ പേടിയായിരുന്നു എനിക്ക്, ഇനി ഡൗട്ടൊക്കെ ചോദിക്കാൻ എനിക്ക് സ്കൂളിലെ ചിലതൊക്കെ പേടിയായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ ടീച്ചേഴ്സ് ഫ്രണ്ട്ലി ആണ്, നമുക്ക് എന്ത് ചോദിച്ചാലും പറഞ്ഞു തരും. മണ്ടത്തരമാണെന്ന് വിചാരിക്കും, എന്നാലും നമ്മൾ ചോദിച്ചാൽ മണ്ടത്തരോട് അവർ പറഞ്ഞും തരും. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് നമ്മളത് ബേസിക് അറിയാനായിട്ടാണത്, പക്ഷെ അത് അവര് കറക്റ്റ് ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. പിന്നെ ഇപ്പോ പാടുള്ള ക്വസ്റ്റ്യൻ ഇപ്പൊ അവർക്ക് അറിയില്ലെന്ന് വിചാരിക്കുക, അവർ ചെയ്തിട്ട് കിട്ടിയില്ല, അവരത് ഫോണിൽ എടുത്തിട്ട് അടുത്ത ദിവസം നമുക്ക് പേപ്പറിൽ എഴുതി അവർ തരും. അത് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നു. അതെ, ഇപ്പൊ നമുക്ക് വീട്ടിൽ പോവാന്ന് തീർച്ചയായിട്ടും. ഇപ്പൊ വീട്ടിൽ പോവാന്ന് പറഞ്ഞാൽ ഞാൻ ഡേ സ്കോളറാണ്. അപ്പൊ വീട്ടിൽ പോകുമ്പോ എനിക്ക് നെറ്റിൽ സെർച്ച് ചെയ്യാം. നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോ അത് അമ്മമാര് ക്വസ്റ്റ്യൻ ആയിരിക്കും, എനിക്ക് സൊല്യൂഷൻ നോക്കിയാലും മനസ്സിലാവില്ല. പക്ഷെ അവര് ഓരോ പോയിന്റും ടീച്ചേഴ്സ് നമുക്ക് എടുത്തു പറയുമ്പോ ആ മെത്തേഡ് പറയില്ല, ചിലപ്പോ കുറച്ചുകൂടി അവരുടേതായ ഈസി മെത്തേഡുകൾ ഉണ്ടാവും. ശരിക്കും നമ്മള് എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ നോക്കുമ്പോ നമ്മള് അവിടെ ഇരുന്ന് ബോർഡിൽ പോലെ സ്റ്റെപ്പുകൾ എഴുതി അങ്ങനെയല്ലല്ലോ, നമ്മളാ MCQ ആണ്, നമ്മള് ഓപ്ഷൻസ് കട്ട് ചെയ്ത് പെട്ടെന്ന് സമയം കുറവായതുകൊണ്ട് ഈസിലി ആൻസറിലേക്ക് എത്തിക്കാൻ വേണ്ടി അവർ നല്ല ഹെൽപ്ഫുൾ ആണ്. മെന്റേഴ്സ് നല്ല സപ്പോർട്ട്. മെന്റേഴ്സ് ഇപ്പോ ടീച്ചേഴ്സ് എല്ലാവരുടെയും കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പോൾ മെന്റേഴ്സിനോട് പറഞ്ഞാൽ അവർക്ക് അയച്ചു കൊടുത്ത് നമ്പർ തരും. അപ്പോൾ മെന്റേഴ്സ് എല്ലാം സപ്പോർട്ടാണ്. ഇപ്പോൾ നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും, ഇപ്പോൾ അവധി, അത് അവര് സപ്പോർട്ടാണ് അല്ലേ. അപ്പൊ എനിവേ പരമാവധി കാര്യങ്ങള്
കെവിൻ. നല്ല അടിപൊളി പഞ്ച് പേരാണ്, നല്ല പഞ്ച് ലുക്കുമാണ് കാണാൻ. ഓക്കെ, കെവിൻ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ഇതൊക്കെയാണ് കെവിന്റെ കുറച്ച് വിശേഷങ്ങൾ. കെവിന് പിന്നെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ആവാനാണ് ആഗ്രഹം. ഏറ്റവും ഇഷ്ടപ്പെട്ട അതും അത് തന്നെയാണ്, അതോടൊപ്പം തന്നെ പാക്കേജ് ഉള്ളതൊക്കെ തന്നെയാണ്. അപ്പൊ അത് കെവിൻ എന്തായാലും ഏറ്റവും ബെസ്റ്റ് കോളേജിൽ തന്നെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ആയിട്ട് മാറാൻ വേണ്ടി പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് താങ്ക് യു.